ഇനിയോ ഈ ചർച്ചയുടെ മറ്റൊരു ഫലം എന്തായിരുന്നു അറിയോ? ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ കുറെ കാര്യങ്ങൾ ഇവർ തള്ളുന്നതുണ്ട് എന്നാ, സ്വീകരിക്കാൻ പറ്റാത്തുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് അതിന് ഉദാഹരണം എന്നറിയോ? നല്ല രസകരമായ ഉദാഹരണങ്ങളാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഈ സിദ്ദീഖ് നമ്മുടെ ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്ന ഒരു കള്ളക്കഥ എന്താ? ബദർ യുദ്ധത്തിൽ 12,000 മുശ്രിക്കുകൾ, കാഫിറുകൾ തിരിഞ്ഞോടിപ്പോയി, പേടിച്ച് പരാജയപ്പെട്ട് തിരിഞ്ഞോടിപ്പോയി എന്നാണ്. 12,000. അപ്പൊ അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട്, 12,000 അതുണ്ടോ? അതൊക്കെ ഈ കളവാണ്, അങ്ങനെ കുറെ കളവ് അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഏതായാലും അതിനെ നിഷേധിക്കുന്നുണ്ട്, നമുക്ക് കാണാം. അതിനു മുമ്പ് ഇതിൽ പറയുന്ന ഈ മൗലിദ് കിതാബ്, ഈ മൗലിദ് കിതാബ് എത്ര വകയെന്നറിയോ? 155 വക. ഇതിൽ പറയുകയാണ് ഫൻഹസമ, അങ്ങനെ പിരിഞ്ഞോടുകയാണ്, പേടിച്ച് പരാജയപ്പെട്ടു പോവുകയാണ്. അത്രേ 12,000 റജുലിൻ മിനൽ കുഫാർ യൗമ ബദരിൻ, ബദറിന്റെ ദിവസം എത്ര? 12,000 റജുൽ, 12,000 ആളുകൾ, കുഫാറുകളിൽ നിന്നും 12,000 ആളുകൾ തിരിഞ്ഞോടിപ്പോയി എന്നാണ്. അലവി സഖാഫി പറയുകയാണ് അത് കളവാണ്, അത് കളവാണെന്ന് ഈ ചർച്ചയിൽ പറയുന്നു. അതിന് മറുപടി നെല്ലിക്കുത്ത് പറയും, അതിന് മറുപടി വേറെ മുസ്ലിയാക്കന്മാർ പറയും. ആദ്യം അലവി സഖാഫി നമ്മൾ പറയാൻ വിടുക. അയാൾ പറയുന്നു, അങ്ങനെ കുറെ കളവ് ജഅല മുഹമ്മദ് മൗലിദിലുണ്ട്. കേട്ടോളൂ, അതിനുള്ള ഒരു മൗലിദാണ് ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് വേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട്. കളവുമാണ് ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ, കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടിയതാണ്. ഇതിനെ അവർ കണ്ടോകള്, ബദർ മൗലിദിൽ കടത്തിക്കൂട്ടിയതാണ്. ആര്? നമ്മൾ കടത്തിക്കൂട്ടിയതാണ്. എന്നാ കേട്ടോ, ആരാ പറയുന്നറിയോ? നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, പേരോടിന്റെ ഉസ്താദ് ആര്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. നേരത്തെ നമ്മൾ സിദ്ദീഖ് മൗലിദ് കണ്ടില്ലേ? റഷീദ് സഖാഫി കുറ്റിയാട് പറയാ, മൂപ്പരത് അംഗീകരിക്കും. സിദ്ദീഖ് മൗലിദ് മൂപ്പര് സമ്മതിക്കും. പേരോട് എന്ന് പറഞ്ഞാൽ റഷീദ് സഖാഫിന്റെ ഉസ്താദാ. റഷീദ് സഖാഫി കുറ്റിയാടിന്റെ ഉസ്താദാണ് ആര്? പേരോട് അതിനെ എതിർക്കുക. ഇനി അതിന്റെ ഉസ്താദ് നെല്ലിക്കുത്തോ മൂപ്പരൻ അംഗീകരിക്കുക. അപ്പൊ പേരോട് ഒറ്റപ്പെട്ടു. എന്താ കഥ കൂട്ടരെ? നെല്ലിക്കുത്ത് ഈ സിദ്ദീഖ് മൗലിദിനെ അംഗീകരിക്കുക, അയാളുടെ ശിഷ്യൻ പേരോടോ അതിനെ എതിർക്കുക, അയാളുടെ ശിഷ്യൻ റഷീദ് കുറ്റിയാടിയോ അതിനെ അംഗീകരിക്കുക. എന്തെങ്കിലും അതിന്റെ ശിഷ്യന്റെ കഥ എന്താ പോയാലോ? ഈ കോലത്തിൽ ഈ മൗലിദിനെ ന്യായീകരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവ് ധരിച്ച് സമൂഹത്തെ പറ്റിക്കാന്നല്ലേ പറയണ്ടേ? പക്ഷേ അത് മാന്യത അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആലോചിച്ച് നോക്ക്, ഇതല്ലേ കഥ? ഇനി ഈ 12,000 ആളുകൾ തിരിഞ്ഞോടി എന്ന് പറയുന്ന ഈ ഒരു കള്ളക്കഥ, ഏതിലെ? ജഅല മുഹമ്മദ് മൗലിദിലെ കള്ളക്കഥയില്ലേ? അതിനെ ഇതാ ന്യായീകരിക്കുന്നു ആര്? ഇതേ മുസ്ലിയാർ. ഏത് മുസ്ലിയാർ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അഥവാ ഇവിടെ വന്ന റഷീദ് സഖാഫി കുറ്റ്യാടിയുടെ ഉസ്താദിന്റെ ഉസ്താദായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരിതാ അലവി സഖാഫി വായിച്ച അത് കള്ളമാണ് എന്ന് പറഞ്ഞ ആ കള്ള സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. കേട്ടോളൂ ചോദ്യം. ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ. പിന്നെ എങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? ചോദ്യം പ്രസക്ത. നമുക്ക് സിമ്പിളായി പറയാം, കള്ളമാരി മൗലിദല്ലേ, ഇല്ലാക്കോന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇയാള് പറഞ്ഞ മറുപടി എന്താ? അലവി സഖാഫിക്കും വേണമെങ്കിൽ പറയാ, ഒക്കെ കള്ളം കുറെ കടന്നു കൂടിയിട്ടുണ്ട്. എന്നാ കേട്ടോ, നെല്ലിക്കുത്ത് പറഞ്ഞ് ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണ് ഉള്ളത്. കേട്ടോ, കഴിഞ്ഞില്ല. ഇനി 12,000 ഉണ്ടെങ്കിൽ
ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കളുണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജഅല മുഹമ്മദിൽ പറഞ്ഞത്. ഓ എന്റെ മുസ്ലിയാക്കന്മാരെ, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ആരെയാ നിങ്ങൾ പറ്റിക്കുന്നത്? ഈ വലിയ വലിയ മുസ്ലിയാക്കന്മാർ പറ്റിക്കും, അങ്ങനെയാണല്ലോ വലിയ പറ്റിക്കൽ നടത്തണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ?